റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. കാട്ടാന വേലിയും മതിലുകളും തകർത്തു. കാലവർഷം ശക്തമായതോടെ മഴക്കെടുതിയും രൂക്ഷം. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാശ്ശേരി സ്വദേശി പൗലോസ് ആണ് അറസ്റ്റിലായത്. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെ ആഴക്കടൽ മീൻപിടുത്തം പൂർണ്ണമായും സ്തംഭിക്കും. മീനുകളുടെ പ്രജനനകാല സംരക്ഷണം ലക്ഷ്യമിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് 52 ദിവസമാണ് നിയന്ത്രണം. കേരള തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെയാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ അന്യസംസ്ഥാന ബോട്ടുകൾ തീരം വിട്ടുപോയെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധന കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും കടലിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാം. എന്നാൽ കുഞ്ഞൻ മീനുകളെ പിടിക്കുന്നതിന് നിരോധനമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് നിത്യസംഭവമായി മാറുന്നു. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. വേലിയും മതിലുകളും തകർത്തു. വാഴക്കോട് വളവിൽ അത്താണിപ്പറമ്പിൽ വീട്ടിൽ ഷംസുവിന്റെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന കവുങ്ങ്, വാഴ, മഞ്ഞൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഷംസുവും കുടുംബവും ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലില്ലായിരുന്നു. കാട്ടാനയുടെ വിഹാരം കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കാട്ടാന ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഷംസു ആവശ്യപ്പെട്ടു. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. താണിയൻ ബസാറിൽ മുണ്ടഞ്ചേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ഇടിമിന്നലിൽ വീടിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. മുറിക്കകത്തെ ടൈൽസ് തകർന്നു. വൈദ്യുതി, DV ബോക്സ്, ഫാനുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സംഭവ സമയം വിജയലക്ഷ്മി വീടിന് പുറത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ കിഴക്കേപ്പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടി വെട്ടി എൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ എൻ്റെ നേരത്തേക്ക് പൊട്ടി വീണ്. അങ്ങനെ അകത്തേക്ക് പോയി നോക്കുമ്പോണ്ട് അകത്ത് ടൈലും എല്ലാം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ കംപ്ലീറ്റ് വയറിങ്ങും ബൾബൊക്കെ പൊട്ടിത്തെറിച്ച് വടക്കേ പറമ്പിലേക്കൊക്കെ വീണു. എനിക്ക് ചെവി വേദന എടുക്കേണ്ടി പോയി. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരക്കോട് പരാത്തുകുളം കല്ലൂർ മഠത്തിൽ പഞ്ചായത്ത് മെമ്പർ K. സുബീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന തെങ്ങ് ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മെഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ നശിച്ചു. അപകട സമയത്ത് സുബീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മറ്റത്തൂർ പഞ്ചായത്തിലെ 18ാം വാർഡിലുള്ള 5 കുടുംബങ്ങളെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇത്തുപാടത്ത് മലയോട് ചേർന്നുള്ള പ്രദേശത്ത് താമസിക്കുന്ന 5 കുടുംബങ്ങളെയാണ് മറ്റത്തൂർ GLP സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. 5 കുടുംബങ്ങളിൽ നിന്നായി 15 പേരാണ് മറ്റത്തൂർ GLP സ്കൂളിലെ ക്യാമ്പിലുള്ളത്. മറ്റ് 5 വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ക്യാമ്പിലെത്തി മുഴുവൻ പേരെയും പരിശോധനയ്ക്ക് വിധേയരാക്കി. ആശാപ്രവർത്തകരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്.
കാവനാടുള്ള 4 കുടുംബങ്ങളിൽ നിന്നായി 14 പേരെ സുരക്ഷ മുൻനിർത്തി കാവനാട് ഗ്രാമമന്ദിരത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയപാത 66 ചേറ്റുവയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി വ്യാപാരികൾ. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. വെള്ളക്കെട്ട് മൂലം ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ദുരിതത്തിലായി. സർവീസ് റോഡിൽ ചെളി അടിഞ്ഞുകിടക്കുന്നത് മൂലം സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്ത് നടപടി ഉണ്ടാകണമെന്ന് പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം കാർഷിക മേഖലയിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ട് മഴ ശക്തമായതോടെ പൊളിച്ചു നീക്കി. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നേരിട്ട് സ്ഥലത്തെത്തി ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയാണ് ബണ്ട് പൊളിക്കൽ തുടങ്ങിയത്. ഡ്രഡ്ജർ ഇറക്കി യന്ത്രസഹായത്തോടെ താൽക്കാലിക വളയം ബണ്ടിലെ മണ്ണും മുളംകുറ്റികളും തെങ്ങിൻ മുട്ടികളും നീക്കുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പറഞ്ഞു. ഡ്രഡ്ജർ ഈ ഇടിയഞ്ചിറയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ബണ്ടിന്റെ അവശിഷ്ടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നീക്കും. ജല ഒഴുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിക്കും. അങ്ങനെ ഇടിയഞ്ചിറ റെഗുലേറ്റർ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ എത്തും. റെഗുലേറ്ററിന്റെ ജീർണത മൂലം എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കിയാണ് താൽക്കാലിക വളയം ബണ്ട് കെട്ടിയിരുന്നത്. ഇത്തവണ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണം നടത്തുന്നതിനായി റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും വളയം ബണ്ട് കെട്ടിയിരുന്നു. റെഗുലേറ്ററും ഷട്ടറുകളും നവീകരിച്ചതോടെ ഉപ്പുവെള്ളം കടക്കാതിരിക്കാൻ ഇനി ലക്ഷങ്ങൾ മുടക്കി താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കേണ്ടി വരില്ലെന്നാണ് കരുതുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ റെഗുലേറ്ററിന്റെ 32 ഷട്ടറുകളിൽ 5 ഷട്ടറുകൾ ഇതിനകം ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ തോത് നോക്കി മറ്റു ഷട്ടറുകളും ഉയർത്തുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വ്യക്തമാക്കി. TCV പാവർട്ടി. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ പൗലോസാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം മാള, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടന്ന ഭണ്ഡാര മോഷണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വർഷത്തിൽ 6 മാസം ജയിൽവാസവും പുറത്തിറങ്ങിയാൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും മോഷണവുമായി ജീവിക്കുന്നതാണ് പൗലോസിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ, മാള, കാട്ടൂർ, പുത്തൻവേലിക്കര, വെള്ളിക്കുളങ്ങര, വടക്കേക്കര, കൊടകര, ചാലക്കുടി, അങ്കമാലി തുടങ്ങി 20ഓളം സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 100ഓളം കേസുകളുണ്ട്. തൃശൂർ പാലക്കലിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികനായ കുറുങ്കുഴൽ കലാകാരൻ മരിച്ചു. ചേർപ്പ് തിരുവുള്ളക്കാവ് ഗ്രീൻവാലി റോഡിൽ കുന്നപ്പള്ളി വീട്ടിൽ വേണുഗോപാലിന്റെ മകൻ 45 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. പാലക്കൽ ചൂളമരം വളവിന് സമീപമായിരുന്നു അപകടം. യുവാവ് സഞ്ചരിച്ച ബുള്ളറ്റ് കാറിൽ തട്ടി എതിരെ വന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് മറയുകയായിരുന്നു. കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം വാഹനമിടിച്ച് വയോധികൻ മരിച്ചു. കണ്ണൂർ സ്വദേശി മണ്ണംപ്ലാക്കൽ വീട്ടിൽ 63 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം. ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. സർവീസ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങളുടെ വേഗം മന്ദഗതിയിലായി. അരമണിക്കൂറോളം എടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നുപോയത്. വാഹനങ്ങൾ ടോൾ പ്ലാസയിലും ഏറെ നേരം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും സമയത്തെത്താനാകാത്ത അവസ്ഥയിലായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച സ്വകാര്യ ബസ് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിൽ. പഴയന്നൂർ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് തിരുവല്ലാമല തൃശൂർ റൂട്ടിലോടുന്ന ഷഹാസ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പിടിയിലായത്. ഡ്രൈവർ വിയൂർ സ്വദേശി സുധീഷ്, കണ്ടക്ടർ പഴയന്നൂർ പറക്കുളം സ്വദേശി ഷക്കീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ SHO സുധീർ ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കുട്ടികൾക്കുൾപ്പെടെ നൽകാനായി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി വധശ്രമ കേസ് പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ അഭിയെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി ചെങ്ങാലൂർ സ്നേഹപുരം പാടത്തിനോട് ചേർന്നുള്ള റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും.
Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന് ആവേശം പകർന്ന് തിരുവില്ലാമല, പട്ടിപ്പറമ്പ്, മേപ്പാടം കുന്നത്ത് അർജന്റീന, പോർച്ചുഗൽ ആരാധകരുടെ ഫ്ലക്സുകൾ ഉയർന്നു. അർജന്റീന ഫാൻസ് 30 അടി നീളവും 8 അടി വീതിയും ഉള്ള ഫ്ലക്സ് വെച്ചപ്പോൾ ബ്രസീൽ ഫാൻസ് 50 അടി നീളവും 8 അടി വീതിയുമുള്ള ഫ്ലക്സുമായാണ് രംഗത്തെത്തിയത്. ഫ്ലക്സിന്റെ കാര്യത്തിൽ മാത്രം മത്സരമുള്ളൂവെന്നും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും അർജന്റീന, പോർച്ചുഗൽ ആരാധകർ പറഞ്ഞു. ഞങ്ങൾ സ്പോർട്സ് ആയിട്ടാണ് കാണുക. അത് ആ ഒരു വാശി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും എന്ത് കൂടെ നിങ്ങൾ എല്ലാവരും അർജന്റീനക്കാരും ബ്രസീലുകാരും ഞങ്ങളെല്ലാം ഒപ്പമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. സ്ക്രീനും കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12-ാം തീയതി 11-ാം തീയതി ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഫിഫ വേൾഡ് കപ്പ് ആഘോഷിക്കുക, ആർമാദിക്കുക, തകർക്കുക, പൊളിക്കുക. ശക്തമായ മഴയിൽ മരം വീണ് മരിച്ച തൃപ്പണത്ത് വിഷ്ണുവിന്റെ വീട് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ സന്ദർശിച്ചു. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷിനെയും ഫോണിൽ വിളിച്ച് പരമാവധി ധനസഹായം വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് അനുവദിച്ചു തരണമെന്ന് VM സുധീരൻ അഭ്യർത്ഥിച്ചു. AP അനിൽകുമാർ തൃശൂർ ജില്ലാ കളക്ടറോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, DCC ഭാരവാഹികളായ KK ബാബു, KB ജയറാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രകാശൻ എന്നിവർ VM സുധീരനൊപ്പം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് LDF ഭരണസമിതി ലോക്കൽ പർച്ചേസുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതായി പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്ന് മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 ഡിസംബർ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മുൻ പ്രസിഡന്റ് S ബസന്തലാലും നിലവിലെ പ്രസിഡന്റ് ബിന്ദു ഗിരീഷും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് ക്രമക്കേട് നടത്തുന്നത്. പ്രോഗ്രാമുകളുടെ ഫ്ലക്സ്, നോട്ടീസ് ഉൾപ്പെടെയുള്ള പ്രിന്റിംഗ് വർക്കുകളിൽ സാധാരണ തുകയേക്കാൾ അധിക തുക ബില്ലുകളിൽ രേഖപ്പെടുത്തി 65,000 രൂപ തട്ടിയെടുത്തതായി കോൺഗ്രസ് ആരോപിച്ചു. ഈ 4 മാസക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത്. ഇതിന് പ്രധാനമായിക്കൊണ്ടും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് ഈ അഴിമതികളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പ്രിന്റിംഗ് മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രസ് ക്ലബിലുള്ള ആളുകളെല്ലാം പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. ഒരു സ്ക്വയർ ഫീറ്റ് ഫ്ലെക്സ് അടിക്കണമെങ്കിൽ GST അടക്കം ഏകദേശം 20 രൂപയിൽ താഴെയാണ് വരുന്നത്, 15% GST അടക്കം. പക്ഷേ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഇന്ന് പ്രിന്റിങ് നടത്തിക്കൊണ്ട് ഫ്ലെക്സ് അടിക്കുന്നതിന് 29 രൂപ 50 പൈസയാണ് പ്രിന്റിങ് ചാർജ് ഇനത്തിൽ ഫ്ലെക്സിൻ്റെ ഇതിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കും ഇത് എന്താ ഒരു 10 രൂപയുടെ അഴിമതിയാണെന്ന്. പക്ഷേ ഈ 4 മാസ കാലയളവിൽ മാത്രം ഏകദേശം പ്രിന്റിംഗ് മേഖലയിലേക്ക് മാത്രമായിട്ട് ഈ 4 മാസ കാലയളവിനുള്ള ഏകദേശം 65,000 രൂപയോളമാണ് ഈ ഇനത്തിൽ അഴിമതി നടന്നിട്ടുള്ളത്. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന ശലോമോൻ, ഫ്രിജോ വടക്കൂട്ട്, റിജി ജോർജ്, MB വിജീഷ് എന്നിവർ പങ്കെടുത്തു. കോടശ്ശേരി പീലാർമൊഴിയിലെ ലിജുവിന് പാർക്കാൻ ഇനി മുന്തിരി വീട്. പീലാർമൊഴിയുടെ കുന്നിൻ മുകളിൽ ലിജു യേശുദാസ് തന്റെ കൊച്ചു വീടിന്റെ മുകളിൽ നട്ടുവളർത്തിയ മുന്തിരിച്ചെടി കായ്ച്ചു. ഒരു വർഷം മുൻപ് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നട്ട മുന്തിരിത്തണ്ടിൽ നിന്ന് 20ഓളം കുലകളുണ്ടായി. മുന്തിരിവള്ളിക്ക് പടരാൻ കോൺക്രീറ്റ് വീടിന് മുകളിൽ സ്റ്റീലും PVC പൈപ്പുകളും ഉപയോഗിച്ച് പന്തലൊരുക്കിയിരുന്നു. വേനലിലും സ്ഥിരമായുള്ള ഈർപ്പത്തിനായി സംവിധാനമുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റിൽ ചകിരിനാരുകൾ വിതറി വെള്ളം തളം കെട്ടി നിർത്തി കോഴിക്കാഷ്ടം, വേപ്പിൻ പൊടി, കപ്പലണ്ടി, പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളിട്ടു. ചീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് തയ്യാറാക്കിയ മിശ്രിതം തെളിച്ച് കീടങ്ങളെയും ഈച്ചകളെയും ഒഴിവാക്കി. പറമ്പിൽ 5 സെന്റ് സ്ഥലത്ത് മുന്തിരി കൃഷിക്ക് ഒരുങ്ങുകയാണ് ശില്പി കൂടിയായ ഈ 52കാരൻ.
1 വർഷത്തോളമായി ഇപ്പം ഞാൻ ഈ കമ്പ് ചട്ടിയിൽ വെച്ചിട്ട്, ഇപ്പോൾ ചട്ടിയിൽ വെച്ചാൽ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ അതിന് വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചട്ടിയിലും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഒരു 2-3 മാസത്തോളമായി ഇത് കായ്ച്ച് ഇനിയിപ്പോൾ ഒരു മാസം തന്നെ താഴെയും കൂടി ഉണ്ടെങ്കിൽ ഇത് ഏകദേശം പഴുത്ത് പാകമായി നമ്മളവിടെ എടുത്ത് നമുക്ക് കഴിക്കാൻ ഇപ്പോഴേ പാകമായി നിൽക്കുന്നുണ്ട്. TCV ചാലക്കുടി. കയ്പമംഗലം നിയോജകമണ്ഡലം MLA KK വത്സരാജിന്റെ ക്യാമ്പ് ഓഫീസ് ശ്രീനാരായണപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK വത്സരാജ് MLA അധ്യക്ഷത വഹിച്ചു. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മുൻ MLAമാരായ VS സുനിൽകുമാർ, ET ടൈസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന സുരേന്ദ്രൻ, ബൈന പ്രദീപ്, TK രാജു, മിനി ഷാജി, MR കൈലാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ലം നിറയ്ക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ പുത്തരി നിവേദ്യത്തിനുമായുള്ള കരനെൽ കൃഷിയുടെ ഞാറുനടിയിൽ നടന്നു. മന്ത്രി OJ ജനീഷ് കൃഷി ഇറക്കൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ KK സുരേഷ് ബാബു, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അസമിലെ ഗുവാഹത്തിയിൽ നടന്ന 19ാമത് GFI ദേശീയ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ ക്ഷേത്രം കീഴ്ശാന്തി ജയകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. കല്ലൂരിൽ സ്കൂട്ടർ യാത്രക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിയെ പിടികൂടുന്നില്ലെന്ന ആക്ഷേപം. മാവിൻചൂട് സ്വദേശി കാവിൽ വീട്ടിൽ ആന്റണിയാണ് ഒരാഴ്ച മുൻപ് വഴിയിൽ വെച്ച് സ്കൂട്ടർ തടഞ്ഞ് മരവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലൂർ മാവിൻചൂട് സ്വദേശി ജോസിന്റെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ആളാണെങ്കിലും തങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടൊന്നുമില്ലെന്ന് ആന്റണി പറഞ്ഞു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിലും 8 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. അകാരണമായി മർദ്ദനമേറ്റ ആന്റണിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ വികസനത്തോടെ FCI ഗോഡൌൺ പ്രദേശത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ബെന്നി ബെഹന്നാൻ MPക്ക് നിവേദനം നൽകി. സ്റ്റേഷൻ കവാടത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷയായി. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ, ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ രാമൻ തട്ടായത്ത്, ലിൻഡോ ജോയ്, ബിൽഫി ജോർജ്, ML മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ തോട്ടിൽ നിന്ന് വൻതോതിൽ വെള്ളം ചൂഷണം ചെയ്യുന്നതായി പരാതി. ശക്തിയേറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കർ ലോറികളിലേക്ക് ശേഖരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനധികൃതമായി വെള്ളം ശേഖരിക്കുന്നത് പതിവായിട്ടും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് ഇത്തരത്തിൽ വെള്ളം കൊണ്ടുപോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വേലൂർ പഞ്ചായത്തിലെ വെള്ളാറ്റഞ്ഞൂർ, ചെറുകുന്ന്, ഹരിജൻ നഗറിലെ കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിന് വലിയ കുഴിയെടുത്തതാണ് ആശങ്കയ്ക്ക് കാരണം. 2 കുടിവെള്ള ടാങ്കുകളും തകർച്ചാ ഭീഷണിയിലാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് 24 കുടുംബങ്ങൾ താമസിക്കുന്ന ചെറുകുന്ന് ഹരിജൻ നഗർ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുകളിലുള്ള കുന്നിടിച്ചാണ് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനായി വലിയ കുഴി എടുത്തിട്ടുള്ളത്. മണ്ണൊലിപ്പ് സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണെടുപ്പും ആഴത്തിൽ കുഴിയെടുത്തിട്ടുള്ളതും പ്രദേശവാസികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. 3-ാം വാർഡിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി 50 വർഷം മുൻപ് നിർമ്മിച്ച വലിയ ടാങ്കും 2, 3, 4 വാർഡുകളിലേക്ക് പഞ്ചായത്ത് ജലവിതരണത്തിനായി സ്ഥാപിച്ച ടാങ്കും മണ്ണെടുത്തതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുകയാണ്. ഈ 2 കുടിവെള്ള ടാങ്കിന്റെ മധ്യത്തിലായിട്ട് വലിയൊരു കുഴി എടുത്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് 2 ടാങ്കിനും ഭയങ്കര ഭീഷണിയാണ്. തൊട്ടടുത്ത് ഞങ്ങള് ഈ ചെറുകുന്ന് നിവാസികള് വീടുകൾക്ക് ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകൾക്കും ഞങ്ങൾക്ക് ജനങ്ങൾക്കും ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഈ കുടിവെള്ളത്തിനും ഇതുള്ള ഭീഷണിയും ഉള്ള സാധനം, പിന്നെ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുള്ള സാധനം കുന്നിന്റെ മുകളിലാണ്, മണ്ണിനാണെങ്കിൽ തീരെ ബലമില്ല. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഈ കുഴി തൂർത്തിട്ട് ഞങ്ങൾക്ക് ഇത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്.
കുടിവെള്ള ടാങ്കുകളോട് ചേർന്നാണ് മണ്ണെടുത്ത് വലിയ കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് വാർഡ് മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ പറഞ്ഞു. 4 സെന്റിമീറ്റർ നീക്കിയിട്ട് ടവർ പണിത് തുടങ്ങാന്നാണ് ഇപ്പൊ അവിടെ തീരുമാനം വന്നിട്ടുണ്ട്. ഇത് ടവർ പണിയായാലും വേണ്ടില്ല, വേറെ എന്ത് പണിയായാലും വേണ്ടില്ല, ഇത് ജനങ്ങൾക്കൊരു വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന കാര്യത്തിന് ഇത് എന്തൊരു തീരുമാനം എടുക്കേണ്ടത്? ഒന്നാലെ ടവർ ഉടമയായിരിക്കണം, അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കണം. ജോബിന്റെ ഇതിന്റെ താഴത്ത് ഈ ടവറിന്റെ തൊട്ടടുത്ത സ്ഥലം കംപ്ലീറ്റ് അയാൾ മണ്ണെടുത്ത് അയാൾ തെങ്ങ് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വിടിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ആ പറമ്പിലേക്കാണ് പോവുക. അപ്പൊ അയാൾ തന്നെ ഇതിന് ഞങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് മറ്റോ എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അപാകത വന്നാൽ ഈ ടവറിന്റെ ഉടമകളും ജോബും ഇതിന് ഉത്തരവാദികളായിരിക്കണം. അതിനുള്ളൊരു മെമ്മ ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ ഈ ടവർ ഇവിടെ പണിയാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. പഞ്ചായത്തിൽ പരാതിപ്പെട്ടപ്പോൾ കുഴി മണ്ണിട്ട് നികത്തുവാനാണ് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതെന്നും ഇതിന് ശ്രമിച്ചപ്പോൾ സ്ഥലമുടമയുടെ പരാതി പ്രകാരം പോലീസ് വന്ന് തടഞ്ഞെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ടവർ നിർമ്മാണത്തിനായി എടുത്ത കുഴി മണ്ണിട്ട് നികത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിലും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ കളക്ടറെ സമീപിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, എരുമപ്പെട്ടി. തിരുവല്ലോമല പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിലായി തെരുവ് കാളകളുടെ ശല്യം രൂക്ഷം. കാളകളെ പിടിച്ചുകെട്ടി തമിഴ്നാട്ടിലെ വെള്ളിങ്കിരി ഗോശാലയിലേക്ക് ഉടൻ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. MLAയുടെ മാതൃകാ വികസന പദ്ധതിയായ നവമണലൂർ പദ്ധതിക്ക് തുടക്കമായി. MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ജനകീയ സദസ്സിൽ പദ്ധതി വിശദീകരണം നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്നും ലഭ്യമാക്കിയ തൈകളുടെ വിതരണോദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി MLA നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത തുടങ്ങിയവർ സംസാരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഫുട്ബോൾ പ്രേമികളിൽ എത്തിക്കാൻ സെലക്സ് ബിഗ് സ്ക്രീൻ പവലിയൻ ഒരുക്കുമെന്ന് വലപ്പാട് ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലാണ് 1000 പേർക്ക് ഇരുന്ന് കാണാൻ സൗകര്യമുള്ള പവലിയനും പ്രൊജക്ടർ ഉപയോഗിച്ചുള്ള സെലക്സ് ബിഗ് സ്ക്രീനും ഒരുക്കുന്നത്. 9 വൈകിട്ട് 4 മണിക്ക് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് വലപ്പാട് സ്റ്റേഷൻ SHO അനിൽകുമാർ നിർവഹിക്കും. പവലിയന്റെ ഉദ്ഘാടനം 23 വൈകിട്ട് ഗീതാ ഗോപി MLA നിർവഹിക്കും. ചെയർമാൻ ജോസ് പുത്തൂർ, കൺവീനർ CR ഷൈൻ, ഫിനാൻസ് കൺവീനർ PB കൃഷ്ണകുമാർ, പബ്ലിസിറ്റി കൺവീനർ മണിലാൽ, VFA പ്രസിഡന്റ് OK പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാടിനെ ജീവനായി പ്രണയിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒത്തുചേർന്നപ്പോൾ വാഴച്ചാൽ വനം വീണ്ടും സുന്ദരമായി. പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ പ്രാദേശിക സഞ്ചാരം നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ 25 ചാക്ക് അജൈവ മാലിന്യങ്ങളാണ് വാഴച്ചാൽ മേഖലയിൽ നിന്ന് ശേഖരിച്ചത്. കാടുകൾ മാലിന്യമുക്തമാക്കുകയാണ് പ്രാദേശിക സഞ്ചാരം കൂട്ടായ്മയുടെ പ്രധാന ദൗത്യം. ഇതിനായി എല്ലാ മാസവും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിക്കും. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയുള്ള പ്രകൃതി സ്നേഹികൾ ക്യാമ്പിൽ പങ്കെടുക്കും. 3 വർഷം മുൻപ് രൂപം കൊണ്ട ഈ കൂട്ടായ്മ നടത്തിയ 57ാമത് ക്യാമ്പാണ് വാഴച്ചാലിലേത്. പ്രായഭേദമന്യേ പദവികൾ മറന്ന് ഒരൊറ്റ മനസ്സോടെ 5 വയസ്സുകാരൻ മുതൽ 67 വയസ്സുവരെയുള്ളവർ അടങ്ങുന്ന 65 പേരുടെ സംഘമാണ് ഇത്തവണ കാടുകയറിയത്. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, മദ്യക്കുപ്പികൾ തുടങ്ങി കാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് സംഘം കാടിനുള്ളിൽ നിന്ന് നീക്കം ചെയ്തത്. ഇവ പിന്നീട് വനസംരക്ഷണ സമിതിക്ക് കൈമാറി. വെറുമൊരു വിനോദയാത്രയ്ക്കപ്പുറം സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ളവർ ഈ നന്മയ്ക്കായി കൈകോർത്തു. സർക്കാർ ജീവനക്കാർ, ഡോക്ടർമാർ, അധ്യാപകർ തുടങ്ങി വലിയ പദവികളിൽ ഇരിക്കുന്നവരെല്ലാം തങ്ങളുടെ ഔദ്യോഗിക വേഷങ്ങൾ മാറ്റിവെച്ച് കാടിന്റെ കാവൽക്കാരായി മാറി. വനം വകുപ്പിന്റെ പരിപൂർണ സഹകരണമാണ് ഇതിന് ലഭിക്കുന്നതെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ ഷാഫി തിരിയത്ത് പറഞ്ഞു. എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന രീതിയിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പയിനിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ പ്രാദേശിക സഞ്ചാരത്തിന്റെ വിവിധ രീതിയിലുള്ള വളണ്ടിയർമാരെയും അതുപോലെ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. കാട്ടിലെ പ്ലാസ്റ്റിക് പെറുക്കലിൽ ഒതുങ്ങുന്നതല്ല ഈ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ. വനസംരക്ഷണത്തിനായി വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിവരുന്നത്. വേനലിൽ കാട്ടുമൃഗങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ തടയണകൾ നിർമ്മിക്കൽ, അധിനിവേശ സസ്യ നിർമ്മാർജ്ജനം,
സൈൻ ബോർഡുകൾ വൃത്തിയാക്കൽ എന്നിങ്ങനെ നീളുന്നു ഇവരുടെ സേവനങ്ങൾ. യാത്രക്കിടയിൽ കാണുന്ന സഹസഞ്ചാരികൾക്ക് കാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് വരുത്തുന്ന വിപത്തുകളെക്കുറിച്ചും പരമാവധി ബോധവൽക്കരണം നൽകാനും ഈ സംഘം സമയം കണ്ടെത്തുന്നുണ്ട്. TCB ന്യൂസ്, ഗുരുവായൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷത്തിന് ആയിരങ്ങളെത്തി. ദിവ്യബലിക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി. ദിവ്യബലിയിൽ 100 വൈദികർ സഹകാർമ്മികരായി. തുടർന്ന് നടന്ന ഊട്ടുനേർച്ചയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഊട്ടുനേർച്ച ആശീർവാദം പുത്തൻചിറ ഫൊറോന വികാരി ഫാദർ ബിനോയ് പുഴലിപ്പറമ്പിൽ നിർവഹിച്ചു. കേച്ചേരി കൂമ്പുഴ പാലത്തിന് സമീപം പുഴയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ മലമ്പാമ്പിനെ പുറത്തെടുത്തു. പുഴയിൽ അകപ്പെട്ട നിലയിലുള്ള പാമ്പിന്റെ തല 2 ദിവസമായി വലയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. ഡിവൈഎഫ്ഐ കുന്നംകുളം മാർത്താറ്റ് നോർത്ത് സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ രജി സതീശൻ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ അംഗങ്ങളായ പവൻ, സായൂജ്, ദേവിക തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണക്കാലത്തെ വരവേൽക്കാൻ കാട്ടകാമ്പൽ പഞ്ചായത്തിൽ ചെണ്ടുമല്ലി തൈകളുടെ വിതരണത്തിന് തുടക്കമായി. കാട്ടകാമ്പൽ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജന്മനായുള്ള കാഴ്ചപരിമിതിയെ മനക്കരുത്തുകൊണ്ട് മറികടന്ന് +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ശരണ്യയെ പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ ശരണ്യ പരീക്ഷാ സഹായിയുടെ സഹായത്തോടെ 1200-ൽ 1186 മാർക്കാണ് നേടിയത്. കൊങ്ങണ്ണൂർ കല്ലംവളപ്പിൽ മനോജിന്റെയും കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സായ ഷാലിയുടെയും മകളാണ് ശരണ്യ. സേവാഭാരതി മുൻ രക്ഷാധികാരി അശോകൻ ഫലകം നൽകി അനുമോദിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് C മഹേഷ്, സെക്രട്ടറി മണിക്കുട്ടൻ, P ചന്ദ്രമോഹനൻ, MP മനോജ് കുമാർ കരുമത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃത്തല്ലൂർ ടിപ്പു സുൽത്താൻ റോഡ് തകർന്ന് കുടിവെള്ള പൈപ്പും ഒപ്റ്റിക്കൽ ഫൈബർ ലൈനുകളും പൊട്ടിയതിൽ ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഖാദർ ചേലോട്, സുരേഷ് തച്ചപ്പള്ളി, RA സെയ്ദ് മുഹമ്മദ്, K ഭാസ്കരൻ നായർ, ആനന്ദൻ തേറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വയോജനങ്ങൾക്ക് ബോട്ട് യാത്ര ഒരുക്കി വെണ്ടൂറിലെ ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മ. ആലപ്പുഴയിൽ KSRTCയുടെ ബോട്ടിലാണ് 40 പേരടങ്ങുന്ന സംഘം ഉല്ലാസയാത്ര നടത്തിയത്. ഗോൾഡൻ ഏജ് കെയറിന്റെ വയോജന കൂട്ടായ്മയാണ് സൗജന്യ യാത്ര ഒരുക്കിയത്. ആടിയും പാടിയും ആലപ്പുഴയുടെ ചരിത്ര വിവരണങ്ങൾ കേട്ടും വയോജനങ്ങൾ അവരുടെ ആദ്യ ബോട്ട് യാത്ര അവിസ്മരണീയമാക്കി. ഏകാന്തതയുടെ വിരസതയിൽ നിന്ന് ഒരു ദിനം ഇവർക്ക് നല്ലൊരു യാത്രാനുഭവമാണ് സമ്മാനിച്ചത്. കഴിഞ്ഞ വർഷം കപ്പൽ യാത്രയും വിമാനയാത്രയും നടത്തിയതിൽ ഏറെ പേരും ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിലും കപ്പലിലും യാത്ര നടത്തിയവരാണ്. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രവേശന ഫീസോ മാസവരി സംഖ്യയോ ഇല്ലാതെ സൗജന്യമായി അംഗമാകാം. അർഹിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിയമസഹായങ്ങളും ആരോഗ്യപരമായ ക്യാമ്പുകളും പരിശോധനകളും വിദഗ്ധ ഡോക്ടർമാരുടെ മെഡിക്കൽ ക്യാമ്പുകളും തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഗോൾഡൻ ഏജ് കെയറിലൂടെ നൽകുന്നത്. TCV പുതുക്കാട്. ഗുരുവായൂർ YMCAയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും സ്ഥാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു.
ഒരു വർഷം നീണ്ടുനിൽക്കുന്ന 20 പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ കെ ജോതിരാജ് നിർവഹിച്ചു. പ്രസിഡന്റ് ബാബു എം വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ NJ ജെയിംസിന് പരിസ്ഥിതി മിത്ര പുരസ്കാരം നൽകി. കൗൺസിലർ പ്രിയ രാജേന്ദ്രൻ, YMCA സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി, സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ, ട്രഷറർ ജോസ് ലൂയിസ്, ലാംഗോസ് ചക്രമാക്കിൽ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 112-ാം ശ്രാദ്ധം ഭക്തിസാന്ദ്രമായി. കബറിടത്തിൽ വണങ്ങുന്നതിനും നേർച്ച സദ്യക്കുമായി ആയിരങ്ങളാണ് എത്തിയത്. ഫാദർ ഫിലിപ്സ് പനക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോബി പുത്തൂർ സന്ദേശം നൽകി. ഫാദർ ജോൺ ചുങ്കത്ത് സഹകാർമ്മികനായി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ VB പുറത്തൂക്കാരൻ, ജനറൽ കൺവീനർ ജോസി ചുങ്കത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മമ്മിയൂർ മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ VP ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന CA ലോകനാഥൻ അനുസ്മരണ ചടങ്ങിൽ NK അക്ബർ MLA പുരസ്കാരം സമ്മാനിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച CP വർഗീസ്, TV ബിനു എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ എന്നിവർ കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങി അപകടാവസ്ഥയിലായ 5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ രക്ഷപ്പെടുത്തി. ഗുരുവായൂർ നളന്ദ ജംഗ്ഷന് സമീപം വാരിത്തുപറമ്പിൽ അച്ചുണ്ണിയുടെ വീട്ടുമുറ്റത്താണ് സംഭവം. KCB റീഡിംഗ് എടുക്കാനെത്തിയ ജീവനക്കാരാണ് വീട്ടുമുറ്റത്തെ വലയിൽ പാമ്പ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാർ പാമ്പ് പിടുത്ത വിദഗ്ധൻ പ്രബീഷ് ഗുരുവായൂരിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വലക്കണ്ണുകൾ മുറുകി അനങ്ങാനാവാത്ത അവസ്ഥയിലായിരുന്നു പാമ്പ്. ഏറെ പ്രയത്നത്തിനൊടുവിൽ പാമ്പിന് പരിക്കേൽക്കാത്ത രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ച് വലക്കണ്ണികൾ ഓരോന്നായി മുറിച്ചുമാറ്റിയാണ് പ്രബീഷ് പാമ്പിനെ സുരക്ഷിതമായി പുറത്തെടുത്തത്. പറപ്പൂക്കര കൊളത്തൂർ ബണ്ട് റോഡിൽ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ച നിരീക്ഷണ ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായിരുന്നു. പ്രദേശത്ത് നാട്ടുകാർ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ 1 മാസം മുൻപാണ് കാറ്റിൽ വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് നശിച്ചത്. പ്രദേശത്ത് രാത്രിയിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നതും സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നതും പതിവായപ്പോഴാണ് നാട്ടുകാർ ചേർന്ന് 1.5 ലക്ഷം രൂപയോളം സമാഹരിച്ച് ഇവിടെ 5 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വീണ്ടും പിരിവെടുത്ത് ക്യാമറകൾ വാങ്ങുന്നതിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇവിടെ നിരീക്ഷണ ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ധാരാളം വേസ്റ്റ്, പ്രത്യേകിച്ചും കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ തള്ളാറുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ധാരാളമായിട്ട് ഇവിടെ നടക്കാറുള്ളതുകൊണ്ട് ഒരു 1.5 വർഷം മുൻപ് ഇവിടുത്തെ അതോറിറ്റീസിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ഇവിടെ 5 ക്യാമറകൾ സ്ഥാപിച്ചു. ഈ സ്ഥാപിച്ച ക്യാമറകൾ കുറച്ച് കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റിയിൽ ഒരു വലിയ മരം അതിൻ്റെ മുകളിലേക്ക് വീഴുകയും ഇതെല്ലാം കൂടെ തകർന്ന് വീഴുകയും ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനകീയ സമിതി പ്രസിഡന്റ് ഗോപകിഷോർ, സെക്രട്ടറി വടുതല നാരായണൻ എന്നിവർ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. തയ്യൂർ ആലുക്കൽ ചിറ പാലം പണി വൈകുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അൻസാർ തയ്യൂർ മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർമാരായ അബു പാത്രമംഗലം, ഷൈനി ഫ്രാൻസിസ്, ഷീന സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മുള്ളൂർക്കര മാർക്കറ്റിന് സമീപം ശക്തമായ മഴയിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെത്തി മരം വെട്ടിമാറ്റി. അന്യായമായ സ്ഥലം മാറ്റങ്ങളിൽ പ്രതിഷേധിച്ച് FSETOയുടെ നേതൃത്വത്തിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജില്ലാ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം KGOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR രാജീവ് ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ ട്രഷറർ സുരേഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VS ഗോകുൽദാസ്, NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഫിഷറീസ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനം FSETO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ അധ്യക്ഷനായിരുന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഗോൾഡൻ ജൂബിലി വാർഷികത്തോടനുബന്ധിച്ച് സെന്റ് മേരീസ് സൺഡേ സ്കൂളും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചും സംയുക്തമായി സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ പൗലോസ് അറക്കപ്പറമ്പിൽ, സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകൻ എൽദോ വർക്കി പാലയിൽ, ട്രസ്റ്റി ജോർജ് വർക്കി മലയക്കുടിയിൽ, സെക്രട്ടറി ജെയിൻ ബേബി കാട്ടായിൽ, ജോയിന്റ് സെക്രട്ടറി കുഞ്ഞുമേരി അനി വലിയപറമ്പിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തി. പെരിങ്ങോട്ടുകര ആൽഫ ക്ലബിന്റെ നേതൃത്വത്തിൽ 17 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഷൂട്ടൌട്ട് മത്സരം ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ആൽഡ്രിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡൈഗോ ദേവസി, പ്രോഗ്രാം കൺവീനർ എവിൻ വിൻസെന്റ്, ഡാനിയൽ ഡാൾട്ടൺ, ഏതൻ ഡൈഗോ, CJ വിൻസെന്റ്, നിതുൽ ജോസഫ്, ഡാൾട്ടൺ ദേവസി എന്നിവർ സംബന്ധിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,905 രൂപ, പവന് 1,11,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കാട്ടാന വേലിയും മതിലുകളും തകർത്തു. കാലവർഷം ശക്തമായതോടെ മഴക്കെടുതിയും രൂക്ഷം. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. 100ഓളം ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കുപ്രസിദ്ധ അന്തർജില്ലാ മോഷ്ടാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാശ്ശേരി സ്വദേശി പൗലോസ് ആണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.